ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പന്തക്കോസ്ത തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ടറിയാൻ ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കാം. ഒന്നാമതായി, യേശുവിൻ്റെ തുടർച്ചയാണ് പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ ദൗത്യം തുടരുക, അതിനെ പൂർത്തീകരിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. മനുഷ്യാവതാരം വഴി ഈശോ മനുഷ്യൻ്റെ പരിമിതികൾ സ്വീകരിച്ചു. സമയത്തിനും സ്ഥലത്തിനും സ്വയം പരിമിതപ്പെടുത്തി. എന്നാൽ പരിശുദ്ധാത്മാവ് വഴി എല്ലാ പരിമിതികൾക്കും അതീതനായി തൻ്റെ ദൗത്യം ഈശോ പരിശുദ്ധാത്മാവ് വഴി തുടരുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് പ്രഖ്യാപിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ കാര്യങ്ങളാണ്. ഈശോ പറഞ്ഞു, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. എഫേസുകാർക്കുള്ള ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവം തൻ്റെ സമ്പന്നതയ്ക്കനുസരിച്ച് തൻ്റെ ആത്മാവ് വഴി നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. പന്തക്കോസ്ത ദിനം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പോസ്തലന്മാർക്ക് സംഭവിച്ച രൂപാന്തരീകരണം നമുക്കറിയാം. യേശുവിനെ പോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തിയും മരിച്ചവരെ ഉയർപ്പിച്ചും ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിനും അവരോടൊപ്പമുള്ള ഈശോയുടെ സജീവ സാന്നിധ്യത്തിനും അവർ സാക്ഷ്യം വഹിച്ചു. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈശോയുടെ സാന്നിധ്യത്തിലുള്ള ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി പുതിയ മനുഷ്യരായി, ക്രിസ്തു ശിഷ്യരായി നമ്മെ മാറ്റുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ.